വെടിക്കെട്ട് പൂരത്തോടനുബന്ധിച്ച് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ ചമയ പ്രദർശനം തുടങ്ങുന്നു. ജെയ്സൺ ചാമോളപ്പിൽ നൽകും കൂടുതൽ വിവരങ്ങൾ. ജെയ്സൺ ചാമോളപ്പിൽ, ആനകളെ എഴുന്നള്ളിക്കുന്നതിലെ ആ പ്രതിസന്ധി അങ്ങ് നീങ്ങുകയാണ്. ഇപ്പോൾ ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ പിന്നെ പരിശോധിക്കേണ്ടതില്ല എന്ന് വനമന്ത്രിയും പറയുന്നു. ഇനിയിപ്പോൾ പൂരം കൂടുതൽ കളറാകും അല്ലെ? ചമയ പ്രദർശനത്തിൽ ഇത്തവണ എന്തൊക്കെയാണ് വൈവിധ്യം? ഇരു വിഭാഗങ്ങളും വലിയ മത്സരത്തിലാണ്. തീർച്ചയായും ഇന്നലെ രാത്രിയോടുകൂടി രൂപപ്പെട്ട ഒരു പ്രതിസന്ധി ഇന്ന് രാവിലെ തന്നെ ആയിരുന്നു. വനം വകുപ്പ് ഇറക്കിയ സർക്കുലർ പിൻവലിക്കുന്നു. മന്ത്രിമാരായ രാജനും അതുപോലെ തന്നെ ശശീന്ദ്രനും ഇടപെടുന്നു. അതോടെ പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നു. കൂടുതൽ ആവേശത്തോടുകൂടി പൂരത്തിലേക്ക് കടക്കുകയാണ് തൃശ്ശൂർക്കാർ, പൂരപ്രേമികൾ. ഇന്ന് രാവിലെ 10:00 തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ചമയ പ്രദർശനം ആരംഭിച്ചു. മന്ത്രി രാജനും അതുപോലെ തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുത്തു. അതിനുശേഷമായിരുന്നു പാറമേക്കാവ് വിഭാഗത്തിൻ്റെ ചമയ പ്രദർശനം. വലിയ രീതിയിലുള്ള ആഘോഷത്തിൽ തന്നെയാണ് തൃശ്ശൂർ ഇപ്പോഴുള്ളത്. ചമയ പ്രദർശനം എന്ന് പറയുന്നത് വരുന്ന ദിവസങ്ങളിൽ നാളെ മറ്റന്നാൾ രാവിലെ മുതൽ അതിൻ്റെ രണ്ടാമത്തെ ദിവസം ഉച്ചവരെ ഈ പൂരത്തിൽ അണിനിരക്കുന്ന തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളിലെ ആനകൾക്ക് അണിയുന്ന ചമയങ്ങൾ, അതോടൊപ്പം തന്നെ കുട ഉൾപ്പെടെയുള്ളവരുടെ ഒരു സാമ്പിൾ പ്രദർശനമാണ് പ്രധാനമായും ചമയ പ്രദർശനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന കുടകൾക്ക് അപ്പുറത്ത് ഒരുപാട് പുതുമകളും അത്ഭുതങ്ങളും സൂക്ഷിച്ചിരിക്കുന്ന കുടകളും അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് അവസാന നിമിഷത്തിൽ കുടമാറ്റത്തിൻ്റെ അവസാന ഘട്ടത്തിൽ മാത്രം പുറത്തെടുക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കുടകൾ ധാരാളമുണ്ട്. അത്തരത്തിൽ ചമയ പ്രദർശനം വലിയ രീതിയിൽ ആളുകളെ ആകർഷിക്കുന്ന നാളെ പാതിരാത്രിയോടുകൂടി മാത്രമേ ചമയ പ്രദർശനം അവസാനിക്കൂ. ഇന്ന് വൈകിട്ട് 7 മണിയോടുകൂടിയാണ് സാമ്പിൾ വെടിക്കെട്ട് ആരംഭിക്കുക. ഏകദേശം 2 മണിക്കൂറോളം സാമ്പിൾ വെടിക്കെട്ട് ഉണ്ടാകും. ആദ്യം പാറമേക്കാവ് വിഭാഗമാണ് തിരികൊളുത്തുക. വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ വടക്ക് തെക്ക് ഭാഗങ്ങളിലായി അണിനിരന്നാണ് സാമ്പിൾ വെടിക്കെട്ട് നടക്കുന്നത്. സാമ്പിൾ വെടിക്കെട്ടിന് കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 50 മീറ്റർ ദൂരത്തിൽ മാത്രമേ ആളുകളെ നിരത്തൂ. അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശം അതേപടി പാലിക്കാൻ തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിൻ്റെയും തീരുമാനം. അത്തരത്തിൽ തൃശ്ശൂർ പൂരം ഏറ്റവും കളറാക്കി മാറ്റാനായിട്ടുള്ള എല്ലാവിധ ഒരുക്കങ്ങളും ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. നാളെ രാവിലെ വിളംബരമാണ്. തെക്കേ ഗോപുരനട തുറക്കുന്നതോടുകൂടിയാണ് വിളംബരത്തിന് തുടക്കമാവുക. നെയ്തലക്കാവ് ഭഗവതിയെത്തി തെക്കേ ഗോപുരനട തുറക്കും. അതിനുശേഷം അതാണ് പൂരവിളംബരം എന്ന കഴിഞ്ഞ കുറേ കാലങ്ങളായി വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന ഒന്നാണ് പൂരവിളംബരം. അതിനുമുള്ള കാത്തിരിപ്പിലാണ് തൃശ്ശൂർക്കാരും അതുപോലെ തന്നെ പൂരപ്രേമികളും. ഇന്ന് വൈകിട്ട് സാമ്പിൾ വെടിക്കെട്ട് കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് തൃശ്ശൂർ നഗരത്തിലേക്ക് ഒഴുകിയെത്തുക. സുജയ, എപ്പോഴാണ് ജെയ്സൺ സാമ്പിൾ വെടിക്കെട്ട് തുടങ്ങുക? സാമ്പിൾ വെടിക്കെട്ട് 7 മണിക്ക് ആരംഭിക്കും. 7 മണി എന്ന് പറഞ്ഞാൽ ഒരു അല്പം അങ്ങോട്ട് 7:30, 7:15 ആവാൻ സാധ്യതയുണ്ട്. ആദ്യം തിരികൊളുത്തുന്നത് പാറമേക്കാവ് വിഭാഗമാണ്. മറ്റ് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ചരിത്രത്തിലാദ്യമായി തൃശ്ശൂർ പൂരത്തിന് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ വെടിക്കെട്ട് ഒരുക്കുന്നത് ഒരൊറ്റ ലൈസൻസിയാണെന്ന പ്രത്യേകതയാണ്. മുണ്ടത്തിക്കോട് സതീഷാണെന്ന അദ്ദേഹത്തിൻ്റെ പേര്. സാധാരണ 2 ലൈസൻസ്, തിരുവമ്പാടിക്കും പാറമേക്കാവിനും 2 ലൈസൻസിയാണ് ഉണ്ടാവാറ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ഒറ്റ ലൈസൻസി 2 ഏറ്റവും വർണ്ണാഭമായ രീതി, ഏറ്റവും ആകർഷകമായ രീതിയിലുള്ള സാമ്പിൾ വെടിക്കെട്ടാണ് ഒരുക്കുന്നത്. ഏത് വർഷത്തെയും പോലെ തന്നെ സാമ്പിൾ വെടിക്കെട്ട് കാണാൻ നിരവധി പേർ മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ തൃശ്ശൂർ നഗരത്തിലേക്ക് ഒഴുകിയെത്തുന്ന സാഹചര്യമുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ, ഞാൻ കുടകളിൽ ഒരുക്കി വച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ പോലെ തന്നെ വെടിക്കെട്ടിലും അത്ഭുതങ്ങൾ ഒരുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഒരു ലൈസൻസി ആണെങ്കിലും 2 പേർക്ക് വ്യത്യസ്തമായ രീതിയിൽ ഇത് ഒരുക്കുന്നു എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. ഏതായാലും അതിഗംഭീരമായ സാമ്പിൾ വെടിക്കെട്ട് കാണാൻ തൃശ്ശൂർ നഗരിയിലേക്ക് ആയിരക്കണക്കിന് പേർ ഒഴുകിയെത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. കഴിഞ്ഞ വർഷങ്ങളെല്ലാം തന്നെ അതിന് സാക്ഷ്യം വഹിക്കുന്നതാണ്. അത് കാണാൻ തന്നെയാണ് നാം എല്ലാവരും തയ്യാറെടുത്തിരിക്കുന്നത്. ഏകദേശം 7:15 കൂടിയാണ് സാമ്പിൾ വെടിക്കെട്ട് ആരംഭിക്കുക. ഏകദേശം 9 മണി വരെ സാമ്പിൾ വെടിക്കെട്ടിൻ്റെ വ്യത്യസ്ത ഘട്ടങ്ങൾ കടന്നു പോകും. 9 മണിയോടുകൂടിയാണ് പൂർണ്ണമായി സമാപനമാകുക. പക്ഷേ 9 മണിക്ക് ശേഷവും തൃശ്ശൂർ നഗരത്തിൽ ആളുകളുടെ ഒഴുക്ക് തുടരുക തന്നെ ചെയ്യും. കാരണം പൂരം എന്ന് പറയുന്നത് ഇന്ന് രാവിലെ ചമയ പ്രദർശനം തുടങ്ങുന്നതോടുകൂടി തന്നെ പൂരത്തിൻ്റെ അനൗപചാരികമായ തുടക്കമായി. ഔപചാരികമായ തുടക്കം നാളെ തെക്കേ ഗോപുരനട തുറക്കും. അതിനുശേഷം മറ്റന്നാൾ രാവിലെ ആദ്യ ചെറുപൂരം തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിലേക്ക് വടക്കുന്നാഥനെ വണങ്ങുന്നതിന് വേണ്ടി എത്തുന്നതോടുകൂടിയാണ്, ആദ്യ ചെറുപൂരം എത്തുന്നതോടുകൂടിയാണ് പൂരത്തിൻ്റെ ഔപചാരികമായ തുടക്കമാവുക. പക്ഷേ അക്ഷരാർത്ഥത്തിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ തൃശ്ശൂർ പൂരം ആരംഭിച്ചു കഴിഞ്ഞു. ഓക്കെ, ചമയ പ്രദർശനത്തോടെ പൂരാവേശത്തിന് തുടക്കമിട്ട് കഴിഞ്ഞിരിക്കുന്നു തൃശ്ശൂർ. തെരഞ്ഞെടുപ്പ് കാലമാണ്. തെരഞ്ഞെടുപ്പ് പൂരത്തിനും ഏറ്റവും കൂടുതൽ കൊട്ടിക്കയറാൻ പോകുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് കേരളത്തിൽ തൃശ്ശൂർ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ചമയ പ്രദർശനം, തിരുവമ്പാടി പാറമേക്കാവ് വിഭാഗങ്ങളുടെ ചമയ പ്രദർശനം ഇന്നും നാളെയും കാണാം. ഇന്ന് വൈകിട്ട് 7 മണി കഴിയുമ്പോൾ സാമ്പിൾ വെടിക്കെട്ടും നടക്കും. അതോടെ പൂര നഗരിയായി തൃശ്ശൂർ മാറുന്നതാണ് പ്രേക്ഷകരെ കാത്തിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങളുടെ സംഘവും